പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ് ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷേ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യം പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നമ്മളുടെ പുതിയ ലേറ്റസ്റ്റ് സംഗതി കിടക്കുന്നത് നമ്മുടെ ഹണി റോസിന്റെ കേസാണല്ലോ. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഹണി റോസ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ കോമാളിക്കെതിരെ. കോമാളി ആരാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അപ്പോൾ ആ ഭൂലോക കോമാളി, അയാൾക്ക് അങ്ങനെയാണ് ശരിക്ക് ചേരുന്ന പേരതാണ്, ഭൂലോക കോമാളി. കോമാളി വേഷമൊക്കെ എല്ലാവരും കെട്ടിക്കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു കോമാളിയെ ഇനി കാണാനും ഉണ്ടാവില്ല, ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, നാളെ കാണാനും പറ്റില്ല. അത്രയ്ക്കും തറയായ ഒരു ഭൂലോക കോമാളിയാണ്. ഇതിനു മുമ്പ് ഞാൻ അയാളെ കുറിച്ചൊരു ലൈവ് ചെയ്തിരുന്നു. അന്ന് ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അയാളെ കുറിച്ച് ഒരു ലൈവ് ചെയ്തിരുന്നു. അപ്പൊ അത് ഇതേപോലെ ആൾക്കാരെ ഒരുപാട് പേരെ കൂലിക്ക് വെച്ചിട്ടുണ്ട് തെറി വിളിക്കാനായിട്ട്. അങ്ങനത്തെ കുറെ അവന്മാര് വന്നിട്ട് തെറി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നും അതേപോലെ എന്താ പറയാ, ശിഖ രാഘവൻ സുഖമാണോ, നമസ്തേ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഇയാളെ കുറിച്ച് പറയുമ്പോഴെന്തായാലും തെറിവിളി സ്വാഭാവികം. തെറി വിളിക്കുന്നവൻ തെറി വിളിക്കട്ടെ, അല്ലാത്തവർക്ക് നന്മയുള്ളവർ നന്മ കാണിക്കട്ടെ. എന്തായാലും ശരി, ഹണിറോസിന്റെ പരാതിയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ ഹണിറോസിന്റെ പേരിലുള്ള പരാതിയുടെ പേരിൽ, ഈ പറയുന്ന ലോക കോമാളിയുടെ പേരിൽ ഒരു നടപടി എടുത്തതിൽ ഒരുപാട് സന്തോഷം. അത് ഹണിറോസ് ആയതുകൊണ്ടാണ്. അതായത് ഇയാള് ഇതിനു മുൻപും നമ്മുടെ നാട്ടില് സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട്. ഞാനതെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ് വീഡിയോ സഹിതം. നമ്മുടെ സോഷ്യൽ മീഡിയയിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും യൂട്യൂബിലും അയാളുടെ തന്നെ ചാനലുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഡബിൾ മീനിങ്ങിലല്ലാണ്ട് ഈ ഞരമ്പ് രോഗി സംസാരിക്കാറില്ല. ഇയാൾക്ക് ശരിക്കും ചേരുന്ന പേരതാണ്, ഞരമ്പ് രോഗി. അതായത് അസാധ്യ ഞരമ്പ് രോഗിയാണ്, ചെറിയ പ്രശ്നമൊന്നുമില്ല, അസാധ്യമാണ്. അപ്പോ ഇയാളെ പോലുള്ളവര് ഈ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒന്നും നടക്കാഞ്ഞിട്ടായിരിക്കും, സ്വന്തം ജീവിതത്തിൽ മുഴു പട്ടിണി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇയാള് ഇതുപോലെ ഈ സ്ത്രീകളെ കാണുമ്പോഴേക്കും, കൊച്ചു പെൺകുട്ടികളെ കാണുമ്പോൾ, ഈ സ്വന്തം പേരക്കുട്ടികളോട് പ്രായമുള്ള പെൺകുട്ടികളെ വരെ കാണുമ്പോൾ വെറുതെ വിടാതെ ഇയാൾ ഇങ്ങനെ ഈ പറയുന്നത് അയാളുടെ സംസ്കാരമോ അല്ലെങ്കിൽ അയാളുടെ ദാരിദ്ര്യമായിരിക്കാം. അയാൾ ജീവിതത്തിൽ ഒരുപാട് വലിയ പണക്കാരനായിരിക്കും, പക്ഷെ പണം കുമിഞ്ഞുകൂടിയാൽ അതൊന്നിനും ഒരു പരിഹാരമല്ലല്ലോ. അപ്പൊ ആ സ്വന്തം ജീവിതത്തിലെ കുറെ കുറവുകള്, സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവുമല്ലോ. മനുഷ്യരൊരിക്കലും പണം കൊണ്ട് നേടാൻ പറ്റാത്തതിനപ്പുറം സ്വയം ശരീരം അതിനെ പ്രതികരിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. എത്ര സുന്ദരി പെണ്ണുങ്ങൾ മുന്നിൽ വന്ന് നിന്നാലും അവനവന്റെ സ്വന്തം ശരീരം കൂടി സഹകരിക്കണ്ടേ. ഇതിനേക്കാൾ കൂടുതൽ പച്ചയ്ക്ക് ഞാൻ പറയുന്നില്ല. അപ്പോ അവനവന്റെ സ്വന്തം ശരീരം പ്രതികരിക്കാണ്ട് ആ ഗതികേടുണ്ടല്ലോ. സൗന്ദര്യമുള്ള സ്ത്രീകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പൈസ കൊടുത്താലും എന്തൊക്കെ വാരിക്കോരി കൊടുത്താലും അവരവർക്ക് സ്വയം സാധിച്ച് ആ അനുഭൂതി അനുഭവിക്കാൻ പറ്റാത്തൊരു ഗതികേട്, ആ ഗതികേടുള്ളവനാണ് ഈ ഞരമ്പ് രോഗികൾ. അങ്ങനെയുള്ള ഞരമ്പ് രോഗികളാണ് അത് ഇതുപോലുള്ള വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ ഇതിനു മുമ്പ് ഞാൻ 1-2 വീഡിയോസ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരു പെൺകുട്ടിയെ സൈക്കിളിന്റെ പുറകിൽ കയറ്റിയിരുത്തിയിട്ട് ഗപ്പ് മേടിക്കാൻ പോകുന്ന ഒരു സംഗതി ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്വർണ്ണക്കടയിൽ, ഇയാളുടെ കടയിൽ എന്തോ സാധാരണ കടയിൽ സെലക്ഷൻ ഇല്ലാന്നോ സംതിങ് എന്തോ
റോങ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും അതിനും ഇയാൾ പറഞ്ഞിട്ടുള്ള ഒരു ഡബിൾ മീനിങ്ങോട് കൂടി പറഞ്ഞിട്ടുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംഗതികളും ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ പറയുന്ന ഹണി റോസിന്റെ വിഷയം ഉണ്ടായിട്ട് കുറെ നാളായി. ഹണി റോസിന്റെ വിഷയം ഉണ്ടായിട്ട് ഹണി റോസിന് ഇപ്പോഴാണോ നേരം വെളുത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ ഭാഷ അല്ലെങ്കിൽ എന്റെ സ്വഭാവം വെച്ചിട്ട് എന്നോടാണ് അയാൾ അത് പറഞ്ഞെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള തമാശകളാണെങ്കിലും ശരി ആ സ്റ്റേജിൽ വെച്ചിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചു വരുത്തിയ അതിഥിയാണോ അല്ലെങ്കിൽ ഞാൻ ഉദ്ഘാടകയാണോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരവരുടെ നേരെ പറയുന്ന വാക്കുകൾ ശരിയല്ലെന്ന് കണ്ടാൽ ഓൺ ദി സ്പോട്ടില് ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്നവൻ കുറച്ച് ശക്തിമാനായിരിക്കും, രണ്ടെണ്ണം ഇങ്ങോട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തിട്ടാണ് രണ്ടെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് അന്തസ്സുണ്ട്. അപ്പൊ ഹണി റോസ് എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോഴെങ്കിലും നേരം വെളുത്തതിൽ ഒരുപാട് സന്തോഷം. അത് അന്ന് ആ നിമിഷത്തിൽ ആ സ്റ്റേജിൽ വെച്ചിട്ട് അതിന്റെ ചെകിട് അടിച്ച് പൊട്ടിക്കേണ്ടതായിരുന്നു. ഈ ഞരമ്പ് രോഗിയുടെ ചെകിട് അടിച്ച് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു മറുപടി. അതാണ് വേണ്ടിയിരുന്നത്. പിന്നെ ഇതിപ്പോ ഒരുപാട് സ്ത്രീകൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ തെറി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലുള്ള സ്ത്രീകൾ, ഇതുപോലെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്കെതിരെ വരുന്ന പച്ചത്തെറികൾ കേട്ടാലേ പെറ്റ തള്ള സഹിക്കൂല, ചത്ത് കിടക്കുന്ന പോത്തണിറ്റോടും. അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട് തെറി വിളിക്കാനായിട്ട്. അപ്പോ നമ്മള് പാവങ്ങള്, നമ്മള് കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും നമ്മുടെ പേരിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അപ്പൊ ഒരു കാര്യം നോക്കുമ്പോ ഹണി റോസ് കേസ് കൊടുത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയും വലിയൊരു തീരുമാനം ഉണ്ടായതും നടപടി ഉണ്ടായതും. അത് സമ്മതിക്കാതെ വയ്യ. കാരണം ഹണി റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ, ഈ കേരള നാടിന്റെ, മലയാള നാടിന്റെ മൊത്തം മലയാളി ആണുങ്ങളുടെ മൊത്തം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അതിന് പോലീസ് എന്നോ പട്ടാളമെന്നോ സിനിമാ ലോകമെന്നോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ബാധകമല്ല. എല്ലാ വിഭാഗങ്ങളിലും കച്ചവടക്കാരാണോ, ക്യാമറാമാൻമാരാണോ, പോലീസുകാരാണോ, പട്ടാളമാണോ, ഏത് മേഖല എടുത്താലും ഹണി റോസ് എന്ന് പറയുന്നാൽ അത് വീക്ക്നെസ് ആണ്. അപ്പൊ മലയാളി പുരുഷന്റെ ഒരു ഗതികേടാണത്. ഒരു സ്ത്രീയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഗതികേടാണ്. അപ്പോ ഈ ഹണി റോസ്, അതുപോലെ നമ്മുടെ മറ്റേ ചേട്ടത്തി, ഏതോ ഒരു, എന്താ ചേട്ടത്തിയുടെ പേര്, ഒരു മറ്റേ ഫോൺ വീഡിയോസിലൊക്കെ അഭിനയിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോ ആ സ്ത്രീയൊക്കെ കൊച്ചിയിൽ വന്നപ്പോഴത്തെ ബഹളം എന്തായിരുന്നു നമ്മൾ കണ്ടതാണ്. അതുപോലെ ഹണി റോസ് എവിടെ വരുമ്പോഴും അവിടെ നടക്കുന്ന പിന്നെ ബഹളങ്ങള് എന്താണ്, അവിടുത്തെ തിരക്ക് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഹണി റോസിന്റെ ഭാഗ്യം, ഈ പറയുന്ന പോലെ അവരുടെ നല്ല കാലം, നമ്മളാരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അസൂയപ്പെടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, അസൂയട്ട് തോന്നാറുമില്ല. കാരണം ഇതൊക്കെ ഒരു തരം വെച്ചുകെട്ടൽ എന്നുള്ളതല്ലാതെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നുമില്ല. പക്ഷേ ഹണി റോസ് ആയതുകൊണ്ടാണ്, ഹണി റോസിന്റെ പരാതി ആയതുകൊണ്ട്, ഹണി റോസ് ഒരു സ്ത്രീയാണ്, അത് മാത്രമല്ല ഹണി റോസ് പരാതിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ പരാതിക്ക് ഇത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടായത്. ആ നടപടി ഇനിയും ഇതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവട്ടെ എന്ന് തന്നെ നമുക്ക് സന്തോഷിക്കാം, സമാധാനിക്കാം. അവരെങ്കിലും അങ്ങനെ ഇത്ര വൈകിട്ടെങ്കിലും അവർക്കൊരു പരാതി കൊടുക്കാൻ തോന്നിയതും വലിയൊരു കാര്യം. ഈ കോമാളിക്കെതിരെ പണം കൊണ്ട് എന്തും ആവാമെന്നുള്ള തള്ളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോമാളിയാണ്, ഒരു ഭൂലോക കോമാളി. അപ്പോ ഈ കോമാളിക്കെതിരെ ഇപ്പോഴെങ്കിലും ഒരു നടപടി ഉണ്ടായത്, അതായത് ആ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കൈമ പിടിച്ച് കറക്കിക്കൊണ്ട് പറയുന്നത് എന്താ, പിൻഭാഗം കണ്ടാൽ കുന്തിദേവിയെ പോലെയെന്നോ. അപ്പൊ ഇവൻ അപമാനിച്ചത് ഒരാളെ മാത്രല്ല, ഇത്രയും വലിയൊരു പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉള്ള ഒരു പുരാണങ്ങളിലെ കഥാപാത്രമായ കുന്തിദേവിയെ കൂടിയാണ് ഇയാൾ അപമാനിച്ചത്. ആ കുന്തിദേവി അപമാനിക്കാനായിട്ട് ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അതായത് ഹണി റോസിന്റെ പിൻഭാഗം കാണുമ്പോൾ അയാൾക്ക് കുന്തിദേവിയാണ് ഓർമ്മ വരുന്നതെന്ന്. കുന്തിദേവി എത്രയോ മഹത്തായ ഒരു കഥാപാത്രമാണ്. അവരവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അതൊരു കഥയാണെങ്കിലും അതൊരു പുരാണമാണെങ്കിലും ആ പുരാണത്തില് കുന്തിദേവി എന്താണ് കാണിച്ചത്? അവനവന്റെ ഭർത്താവിന്റെ കഴിവ് അതായത് അവരുടെ ഭർത്താവിന് കാഴ്ചയില്ലെന്ന് വന്നപ്പോൾ അവനവന്റെ സ്വന്തം കണ്ണു മൂടിക്കെട്ടി തന്റെ ഭർത്താവിന് വേണ്ടാത്ത തനിക്കും വേണ്ട എന്നുള്ള രീതിയിൽ ജീവിച്ച അത്രയും മഹനീയമായ ഒരു കഥാപാത്രമായിരുന്നു കുന്തിദേവി. ആ കുന്തിദേവിയെയാണ് അപമാനിച്ചത്. അതെന്തുകൊണ്ടാണ്? അയാള് കുന്തിദേവിയെ അപമാനിക്കാൻ കാരണം അതിൽ എന്താ എന്നുള്ളൊരു അക്ഷരമുള്ളത് കൊണ്ടായിരിക്കാം. കാരണം ആ പൊട്ടന് ഈ കുന്തിദേവി ആരാണെന്ന് പോലും അറിയണ്ടാവില്ല. അപ്പൊ കുന്തിദേവി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കുന്തിദേവിയിലെ എന്താ. പക്ഷേ ഈ കോമാളി, ഈ പറയുന്ന കോമാളി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുന്തിദേവിയിൽ മാത്രമല്ല, ചന്തയിലുണ്ട് അല്ലെ, ചന്തയിലുണ്ട്, കുന്തിദേവിയിലുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ എന്തായാണ് അവൻ മാച്ച് ആക്കിയത്? ആ ഇന്ത്യയിലോടാണ് അവൻ കളിയാക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഈ പറയുന്ന വാക്കുകള് പണ്ട് കാർന്നമാര് ഒരു പഴമൊഴി പറയും, അതായത് കാറ്ററിയാതെ തുപ്പിയാൽ ചെകിടറിയാതെ മൂളുന്നു. ഇവനൊക്കെ അതാണ് വേണ്ടിയിരുന്നത്. കാറ്ററിയാണ്ടാണ് അയാൾ തുപ്പിയത്. അപ്പൊ ഇപ്പൊ ചെകിടറിയാതെ മൂളി.
അതായത് നമ്മള് ബസ്സിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തുപ്പുമ്പോൾ നമ്മൾ വിചാരിച്ചിടത്തേക്ക് ഒരിക്കലും തുപ്പല് വീഴണമെന്നില്ല. അത് കാറ്റത്ത് ഇങ്ങനെ പറന്നു പോകും. ചിലപ്പോൾ പുറകിലുള്ള ആൾക്കാരുടെ മേലായിരിക്കും വന്ന് വീഴുന്നത്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം പൊട്ടും. ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും മൊത്തത്തിൽ ഒരു മാച്ച് കുന്തി ദേവി, അപ്പോ ഈ പറയുന്ന ഹണി റോസിന്റെ പിൻഭാഗം, അപ്പൊ അത് രണ്ടും കൂടി വന്നിട്ടുള്ള മാച്ച് വരുമ്പോൾ അത് പറയുമ്പോൾ ഒരു രസം. അപ്പോ ഞരമ്പ് രോഗി അതുകൊണ്ടൊന്ന് പറഞ്ഞു തള്ളി വിട്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയിട്ട് കിട്ടി. ഈ പ്രാന്തനെ, അതായത് ഈ നട്ടപ്പര പ്രാന്തനെ, ഇതിനെ വല്ല ഷോക്ക് കൊടുക്കേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞതാണ്. സത്യമായിട്ട് ഞാൻ പറയാണ്, ഇയാൾ കാണിക്കുന്ന കോമാളികൾ കാണാനായിട്ട് കുറെ ആൾക്കാർ, അതിന്റെ പുറകിൽ അയാളുടെ വാലും പറ്റി നടക്കാനായിട്ട് കുറെ ഏധ്യാനികൾ. അപ്പോ ഈ പറയുന്നവന്റെ പിന്നാലെ നടക്കുന്നവന്മാരും ഇതേപോലെയുള്ളവരാണ്. കാരണം ഈ ചേരണതല്ലേ ചേരണത്തിനോട് ചേരുള്ളൂ. ചേരുംപടി ചേർക്കാന്ന് പറഞ്ഞ പോലെ ചേരണതാണ് ചേരുംപടി ചേരുള്ളൂ. അപ്പൊ അവന്റെ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള കുറെ ധ്യാനികൾ അവനെ കൊടപിടിക്കാനും അവന്റെ പണം കണ്ട് പിന്നാലെ നടക്കാനും കുറെ ആരാധകരെന്ന് പറയുന്ന കുറെ വിഡ്ഢി കുഷ്മാണ്ഡങ്ങള്, അതുങ്ങളെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി, ഇവന്റെ പൊട്ടത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നാലെ നടക്കാനും കൈയടിക്കാനും കുറെ ഊള ടീംസ് ഇദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ എന്താണെങ്കിലും ശരി, ഈ വിഡ്ഢി കോമാളിയെ നല്ല ഷോക്ക് കൊടുക്കേണ്ട കാലമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അത് കേരള നാട്ടിലായതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ മുന്നോട്ട് പോയത്. വേറെ വല്ല നാട്ടിലായിരുന്നെങ്കിൽ അടി കൊണ്ടിട്ട് അവന്റെ പപ്പടം പരുവായേനെ. അത്രയ്ക്ക് ബോറാണ് കാണിച്ചിരുന്നത്. ഈ ഹണി റോസും ഒരുപാട് വൈകിച്ചു. കാരണം സ്ത്രീ സോറി മുരളീധരൻജി, സത്യം, സോറി, കുന്തിദേവി അല്ല, ഗാന്ധാരിയാണ്, സോറി. കുന്തിദേവി ഇപ്പുറത്ത് എന്താ പറയാ, പാണ്ഡവരുടെയാണ്, ഞാൻ മറന്നുപോയി, ഐ എം സോറി. ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നു. കുന്തിദേവി അല്ല, ഗാന്ധാരിയാണ് കണ്ണു മൂടിക്കെട്ടിയത്. കുന്തിദേവി എന്ന് പറയുന്ന ഈ മഹാഭാരതത്തിലെ കഥാപാത്രവും അവരും അതേപോലെ തന്നെ മഹത്വമായ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. അതുകൊണ്ട് അവരുടെ പേര് ഒരിക്കലും ഇതിലേക്ക് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. അയാള് ഈ പറയുന്ന ബോച്ചെ മഹാഭാരതത്തിനെയും മഹാഭാരതത്തിലുള്ള ആ സ്ത്രീ കഥാപാത്രത്തെയും കൂടിയാണ് അവഹേളിച്ചത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ അതിനാൽ ഞാനത് തിരുത്തുന്നു, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുന്നു, ഐ എം സോ സോറി. അപ്പോ ഏതാണെങ്കിലും ശരി, എന്തായാണ് പ്രശ്നം? അപ്പൊ എന്താ വന്നതൊന്ന് മാച്ച് ചെയ്തിട്ട് പുള്ളി തട്ടി വിട്ടതാണ്. കാരണം തലയ്ക്കകത്ത് വെളിവുണ്ടെങ്കിലല്ലേ. കാണിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ വെളിവുണ്ടോ? പറയുന്ന വാക്കുകളിൽ വെളിവുണ്ടോ? പറയുന്ന വാക്കുകൾ മുഴുവനും ഇങ്ങനെയാണ്, പൊട്ടത്തരങ്ങൾ, ഡബിൾ മീനിങ്ങുകൾ മാത്രമേ ഉള്ളൂ. അത് കൊച്ചു പെൺകുട്ടികളെന്നല്ല, ആരാണെങ്കിലും അയാൾക്ക് അത് ബാധകമല്ല. അവരവരുടെ പേരക്കുട്ടികളുടെ പ്രായമുള്ള കുട്ടികളാണെങ്കിലും അവർക്കും അവരോടും ഇയാൾ ഇങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പൊ ഈ കോമാളിക്ക് അവസാന സമയത്തെങ്കിലും ഒരു മണ്ടക്കടി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് ലേറ്റ് ആയിട്ടാണെങ്കിലും കൂടിയിട്ട് ഹണി റോസ് ചെയ്തതിനോട് ഞാനും യോജിക്കുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനിയെങ്കിലും ഹണി റോസുമാര് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീകള് പബ്ലിക് ആയിട്ടുള്ള ഇതുപോലുള്ള ന്യൂസൻസ് പറയുമ്പോൾ ആ സ്പോട്ടിൽ മറുപടി കൊടുക്കുക. പിന്നെ വരുന്ന കാര്യങ്ങൾ പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോലീസോ പട്ടാളം ഇതൊന്നും ഇതിന് വേണ്ട. തോന്നിവാസവും തെണ്ടിത്തരവും കാണിച്ചാൽ ആ സ്പോട്ടിൽ വെച്ചിട്ട് മറുപടി കൊടുക്കുക, അത്രേ വേണ്ടു. ബാക്കി വരുന്ന കാര്യങ്ങൾ ബാക്കി. അങ്ങനെ അവഹേളനം സഹിച്ചിട്ട് ജീവിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു സ്റ്റേജിലെ ഉദ്ഘാടകയാണ്, ഉദ്ഘാടനത്തിന് വിളിച്ചതാണ്, മാന്യമായിട്ട് പെരുമാറുക, മാന്യമായിട്ട് സംസാരിക്കുക, മാന്യമായിട്ട് ബിഹേവ് ചെയ്യുക. ആ മാന്യത അപ്പുറത്ത് ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുനിന്ന് ഒരു മാന്യത എക്സ്ട്രാ നമ്മൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ബഹുമാനം ഉണ്ടെങ്കിലാണ് ആ ബഹുമാനം തിരിച്ചങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമുള്ളൂ, അല്ലേ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, ഇത് രണ്ടും നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ റെസ്പെക്ട് കാണിക്കാത്ത മനുഷ്യരോട് തിരിച്ചും റെസ്പെക്ട് കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്റെ മാത്രം അഭിപ്രായമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇവന് ഷോപ്പിന് ഒരു കാര്യം മാത്രമല്ല, ഇവന് ഷോക്ക് കൊടുക്ക വേണ്ടിയില്ല. ഇവന് ഷോക്ക് കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയോ? ഏറ്റവും താഴെ, അതായത് ഇവന്റെ ശ്രീമൂലസ്ഥാനത്ത് ഷോക്ക് കൊടുക്കണം. അതാണ്. ഇവന്റെ തലയ്ക്കകത്തൊന്നും ഒന്നുമില്ല. തലയ്ക്കകത്ത് വെറും ചകിരിച്ചോറോ കളിമണ്ണോ അങ്ങനെ എന്തൊക്കെയാണ്. ഇവന്റെ ശ്രീമൂല സ്ഥാനത്ത് ഷോക്ക് കൊടുക്കണം. അപ്പോഴേ ഇവന്റെ സർവ്വ ഞരമ്പ് രോഗത്തിനും ഇവന് അസുഖത്തിനും ഒരു സമാധാനം കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അത്രയ്ക്ക് വെറുപ്പിച്ചൊരു വ്യക്തിയാണ്. ഈ നമ്മുടെ മലയാള നാട്ടില് ഇയാളെ കാണാവുന്ന, ഇയാളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നാലെ കൂടിയിട്ടുള്ള കുറെ വട്ടന്മാര് മാത്രമേ ഉള്ളൂ. ബാക്കി ആ വട്ടന്മാരെ ഒഴിച്ചു നിർത്തിയാൽ ഈ മുഴുവട്ടനെ സഹിക്കുന്ന ഒരാളും ഈ ഭൂമിയിലില്ല. അത്രയ്ക്ക് വൃത്തികേടാണ്. അപ്പൊ അതുകൊണ്ട് ഹണി റോസിന് എന്റെ വിധ എല്ലാ അഭിനന്ദനങ്ങളും, എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ഞാൻ പറയുന്നു. അതാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോ മോഹനൻ, നമസ്തേ മോഹിഷ്. പിന്നെ നമ്മുടെ മുരളിജി നമസ്തേ. അപ്പോ ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ നമസ്തേ, ഒരുപാട് നന്ദി. ജയ് ഹിന്ദ്.